നമസ്കാരം. ഇത് സുഖോയ് 30 MKI ഇന്ത്യൻ വായുസേനയുടെ നട്ടെല്ല്. ഒരേ സമയം തന്റെ കരുത്തുകൊണ്ടും ചടുലത കൊണ്ടും ശത്രുക്കളെ വിറപ്പിക്കുന്ന ഒരു മൾട്ടി റോൾ ഫൈറ്റർ വിമാനം. ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ ദീർഘദൂരം സഞ്ചരിച്ച് എന്നാൽ ശത്രുവാളയത്തിനുള്ളിലേക്ക് കടക്കാതെ സുരക്ഷിതമായ അകലത്ത് നിന്നുകൊണ്ട് തന്നെ തന്റെ സ്റ്റാൻഡ് ഓഫ് കേപ്പബിലിറ്റി ഉപയോഗിച്ച് ശത്രുവിന്റെ നെഞ്ചാങ്കോട് തകർക്കുന്ന ഉഗ്രപ്രതാപി. അങ്ങനെ വിശേഷണങ്ങൾ ഒത്തിരിയാണ് ഇന്ത്യൻ വായുസേനയിലെ ഈ ചക്രവർത്തിക്ക്. ലോകത്തിലെ മുൻനിര യുദ്ധവിമാനങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ചടുലത, ഇതിന് പിന്നിലെ സാങ്കേതിക വിദ്യ, അതിന്റെ ഉത്ഭവം, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സുഖോയ് Su-30 എന്നുള്ളത് സുഖോയ് Su-27ന്റെ ഒരു പരിഷ്കരിച്ച മോഡലാണ്. പരിഷ്കരിച്ച ഒരു മോഡൽ എന്ന് പറയുമ്പോൾ Su-27 നേരിട്ടൊരു Su-30 ആവുകയായിരുന്നില്ല. ഇതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ ഒതുങ്ങിപ്പോയ ഒരു പരീക്ഷണ മോഡൽ ഉണ്ടായിരുന്നു, Su-37. ശരിക്കും ആ Su-37 ആണ് ഇന്നത്തെ Su-30യുടെ മുൻഗാമി എന്ന് പറയാം. ഇന്നത്തെ ആധുനിക യുദ്ധവിമാനങ്ങൾ കാണിക്കുന്ന ചടുലത, അതിനു പിന്നിലെ ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന സാങ്കേതിക വിദ്യ ആദ്യം പരീക്ഷിച്ച് വിജയിപ്പിച്ചത് ഈ പറഞ്ഞ Su-37 മോഡലിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ തന്നെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അഥവാ കോൾഡ് വാർ ആരംഭിച്ചിരുന്നു. പിന്നീട് എല്ലാ മേഖലയിലും ഇവർ തമ്മിലുള്ള കിടമത്സരത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമാവുകയായിരുന്നു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആരാരെ തോപ്പിക്കും എന്നതായിരുന്നു ലോകം മുന്നോട്ട് വെച്ച ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമെന്നോണം റഷ്യയും അമേരിക്കയും തങ്ങളുടേതായ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി ആധുനിക യുദ്ധത്തിനാവശ്യമുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ നെയ്തെടുത്തുകൊണ്ടിരുന്നു. അന്ന് വരെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്ക രഹസ്യമായി വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ള വിവരം റഷ്യ അറിയുന്നത് 1970ന്റെ തുടക്കത്തിലാണ്. അതോടെ അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വിമാനം തങ്ങൾക്കും വേണമെന്ന ആശയത്തിലായി റഷ്യ. പ്രോസ്പെക്റ്റീവ് ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എന്നതായിരുന്നു അവരുടെ ആവശ്യം. ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ വളരെ ചടുലതയോടെ ദീർഘദൂരം സഞ്ചരിച്ച് ശത്രുക്കളുടെ താവളങ്ങളിൽ ബോംബിടണം. അതോടൊപ്പം തന്നെ എയർ സുപ്പീരിയോറിറ്റി കരസ്ഥമാക്കിക്കൊണ്ട് ഹ്രസ്വദൂര ആക്രമണങ്ങൾ നടത്തണം. ഇതായിരുന്നു ആ ഒരു വിമാനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഒടുവിൽ ഇത് ചെന്നെത്തിയത് രണ്ട് പ്രത്യേകം വിമാനങ്ങളുടെ പിറവിയിലാണ്. ആദ്യം പറഞ്ഞ ലോങ് റേഞ്ച് അറ്റാക്കുകൾക്കായി സുഖോയ് Su-27ഉം രണ്ടാമത് പറഞ്ഞ ഷോർട്ട് റേഞ്ച് അറ്റാക്കുകൾക്കായി MiG-29ഉം. ഇന്ന് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആയുധ മത്സരത്തിൻ്റെ ഈറ്റില്ലം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അന്നത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഒടുവിൽ 1980ന്റെ പകുതിയോടെ Su-27ഉം MiG-29ഉം റഷ്യൻ വ്യോമസേനയുടെ ഭാഗമായി. അമേരിക്കയുടെ കൈവശം അന്നുണ്ടായിരുന്ന F-15, F-16 വിമാനങ്ങൾക്ക് ഇത് ചില്ലറ ഭീഷണിയല്ല അന്ന് ഉയർത്തിയത്. പക്ഷേ അപ്പോഴും ഒരു കാര്യമായ മേൽക്കോയ്മ എന്നത് ഇരു രാജ്യങ്ങൾക്കും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. തങ്ങൾ വികസിപ്പിച്ചെടുത്ത വിമാനങ്ങളുടെ ചടുലത ഇത് പോരാ എന്ന് രണ്ട് രാജ്യങ്ങളും ചിന്തിച്ചു. സർക്കസ് കൂടാരങ്ങളിൽ കാട്ടുന്നത് പോലുള്ള അഭ്യാസങ്ങൾ തങ്ങളുടെ വിമാനങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിച്ച ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന സാങ്കേതിക വിദ്യ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനും അത് തങ്ങളുടെ വിമാനങ്ങളിൽ ഉപയോഗിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. ത്രസ്റ്റ് വെക്ടറിംഗ് എന്നത് നോസിലുകൾ ഉപയോഗിച്ച് എക്സോസ്റ്റ് ഗ്യാസിന്റെ ഡയറക്ഷൻ തിരിച്ചുവിടുന്ന ഒരു വിദ്യയാണ്. ഇതുമൂലം വിമാനത്തിന്റെ ദിശ പെട്ടെന്ന് വെട്ടിത്തിരിക്കാൻ കഴിയും. ഒപ്പം തന്നെ പ്രത്യേക തരത്തിലുള്ള ചില പോസ്റ്ററുകൾ സ്വീകരിക്കാനും. ഇത് ശത്രുക്കളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും മറ്റ് വിമാനങ്ങളുമായുള്ള ഡോഗ് ഫൈറ്റ് സമയങ്ങളിലും വളരെ ഉപയോഗപ്രദമായ മൂവ്മെന്റുകളാണ്. റഷ്യ അവരുടെ Su-27 വിമാനങ്ങളിൽ ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകൾ ഘടിപ്പിച്ചായിരുന്നു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇതിന് പ്രതീക്ഷിച്ചത്ര ഫലം കിട്ടിയില്ല. ഇതിന്റെ പരീക്ഷണ സമയത്തൊക്കെ പല വിമാനങ്ങളും അപകടത്തിൽപ്പെടുക വരെ ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ പരീക്ഷണത്തിനെടുത്ത 11ാമത്തെ Su-27 വിമാനത്തിൽ റഷ്യ കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത്. സാധാരണ Su-27 വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന സാറ്റേൺ AL-31F എഞ്ചിന് പകരം ഇവിടെ AL-37F എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതോടെ ത്രസ്റ്റ് 75 കിലോ ന്യൂട്ടണിൽ നിന്ന് 83 കിലോ ന്യൂട്ടണായി ഉയർന്നു. അതോടൊപ്പം തന്നെ ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോയും ഗണ്യമായി ഉയർത്തിയിരുന്നു. ഇത് വിമാനത്തിന്റെ ചടുലത നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമായിരുന്നു ഫ്ലൈ ബൈ വയർ എന്ന സാങ്കേതിക വിദ്യയുടെ രംഗപ്രവേശനവും. ഇതൊരു സെമി ഓട്ടോ പൈലറ്റിംഗ് സിസ്റ്റമാണ്. വിമാനത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന മറ്റൊരു ഘടകം.
പിന്നെ ഇംപ്രൂവ് ചെയ്ത മറ്റൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിന്റെ റഡാർ ആയിരുന്നു. ഒരേ സമയം 20 ടാർഗറ്റുകളെ വരെ നിരീക്ഷിക്കാനും അതിൽ 8 എണ്ണത്തിനെ ഒരേ സമയം ആക്രമിക്കാനും കഴിവുള്ള ഡോപ്ലർ ഫേസ്ഡ് അരേ റഡാറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഉണ്ടായിരുന്നത് കോക്പിറ്റിന്റെ ഉള്ളിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. ഇതിൽ SU-27 ഹെഡ്-അപ്പ് ഡിസ്പ്ലേക്ക് പുറമെ 4 ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റിന്റെ സിറ്റുവേഷണൽ അവയർനെസ്, സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനും പുറമെ പെട്ടെന്നുണ്ടാകുന്ന ആക്സിലറേഷൻ മൂലം പൈലറ്റുമാർ അനുഭവിക്കുന്ന ദേഹാസ്വാസ്ഥ്യം മറികടക്കാനായി സീറ്റിന് 30 ഡിഗ്രി റിക്ലിനേഷനും നൽകിയിട്ടുണ്ട്. അങ്ങനെ 1996-ൽ SU-37 എന്ന പുതിയ പേരിൽ ഇതിന്റെ ആദ്യ പരീക്ഷണ പറക്കലും നടന്നു. അതേ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഫാൺബറോ ഇന്റർനാഷണൽ എയർ ഷോയിലാണ് ലോകം ഇതിന്റെ കഴിവുകൾ ആദ്യം കാണുന്നത്. ഒരു പാമ്പ് പത്തി വിടർത്തി മുന്നോട്ടായുന്ന പോലുള്ള ചലനങ്ങളും കരണം മറിച്ചിലുമെല്ലാം കാണികളെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി എന്ന് തന്നെ പറയാം. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളും ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകൾ ഘടിപ്പിച്ച് പുറത്തിറങ്ങിയത്. എങ്കിലും ഭൂരിഭാഗം ജേണലുകളും അവകാശപ്പെടുന്നത് റഷ്യയുടെ SU-37 തന്നെയാണ് ആദ്യം ഇത്തരത്തിൽ പുറത്തിറങ്ങിയത് എന്നത് തന്നെയാണ്. പിന്നീടുള്ള 6 വർഷങ്ങളിൽ ഏതാണ്ട് 1/2 ഡസനോളം എയർ ഷോകളിലാണ് SU-37 തൻ്റെ പ്രകടന മികവ് കാഴ്ചവെച്ചത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പ്രൊഡക്ഷൻ ആരംഭിച്ച് സേനയുടെ ഭാഗമാവുന്നതിന് മുൻപ് തന്നെ ദൗർഭാഗ്യത്തിൻ്റെ അഗ്നികുണ്ഡത്തിൽ വെന്ത് വെണ്ണീറാകാനായിരുന്നു ഇതിൻ്റെ ഒരു വിധി. ഡിസംബർ 19, 2022 ആ അപകടം സംഭവിച്ചത്. ഈ അപകടത്തിന് പിന്നിൽ പ്രധാനമായും 2 തിയറികളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൻ്റെ ഒരു വെർഷൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പെട്ടെന്നുണ്ടായ ഒരു ഫെയിലിയറാണ് അപകടത്തിന് പിന്നിൽ എന്നാണ്. എന്നാൽ അതല്ല, ഘടനാപരമായ പിഴവായിരുന്നു എന്നതായിരുന്നു മറ്റൊരു വാദം. എന്നാൽ റഷ്യ ഇതുകൊണ്ടൊന്നും പിന്മാറിയില്ല. വിമാനം തകർന്നെങ്കിലും അതിൽ വിജയിച്ച ചില ഘടകങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം കൂടി സംയോജിപ്പിച്ച് അവർ പുതിയ മോഡലുകൾ ഡിസൈൻ ചെയ്യുകയായിരുന്നു. അതാണ് പിൽക്കാലത്ത് പിറവിയെടുത്ത സുഖോയ് SU-30യും SU-35ഉം. SU-30യുടെ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ ലൈസൻസിന് കീഴിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച കസ്റ്റമൈസ്ഡ് പതിപ്പാണ് SU-30 MKI. ഇതിൽ റഷ്യൻ ഉപകരണങ്ങൾക്ക് പുറമെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുമായ സബ്സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.